നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കൊറിയൻ സീരീസിനെ കുറിച്ചാണ്. ഇഫ് വിഷസ് കുഡ് കിൽ. ഏപ്രിൽ മാസം 24 പുറത്തിറങ്ങിയ കൊറിയൻ സീരീസാണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഒരു സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സീരീസ് 8 എപ്പിസോഡുകളാണ് ഈ സീരീസിനുള്ളത്. ഇത് ഒരു ഹൊറർ മാത്രമല്ല, ഇതൊരു ടീനേജ് ഡ്രാമ, ഹൊറർ, സൈക്കോളജിക്കൽ ത്രില്ലർ, ഹൈ ടെൻഷൻ സൈക്കോളജിക്കൽ ത്രില്ലർ, ആ സെക്ഷനിലോട്ടൊക്കെ എല്ലാം കടത്താം. ചെറിയ തോതിൽ ആക്ഷൻ വരുന്നുണ്ട്. പാർക്ക് യോൺസോ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സീരീസിൽ നായിക കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്നത് സിയ എന്നുള്ളതാണ് നായിക കഥാപാത്രം. അത് അഭിനയിച്ചിരിക്കുന്നത് യോൺസോ യങ്. പിന്നെ നായക കഥാപാത്രം 2 പേരുണ്ട്. ഹാജൂൺ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്, ജിയോൺ വോ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. ജിയോൺ വോ അവതരിപ്പിച്ചിരിക്കുന്നത് ബാക്ക് സോൺ ഹോ, ഹാജൂൺ അവതരിപ്പിച്ചിരിക്കുന്നത് ഹ്യൂൺ വോ. സൗഹൃദത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങുന്ന ഈ സീരീസ് തുടങ്ങുന്നത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്കുമായിട്ടാണ്. ഫ്ലാഷ് ബാക്കിൽ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനി പെൺകുട്ടി ഒരു മൊബൈൽ ഫോണിന് മുമ്പിൽ ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യമായിട്ടാണ് സീരീസ് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന കാലം കാണിക്കുന്ന ഒരു 5 സുഹൃത്തുക്കളിൽ ഗിറിഗോ എന്നൊരു ആപ്പ് ഒരാൾ മെൻഷൻ ചെയ്യുന്നു. ഗിറിഗോ എന്നുള്ള ഒരു ആപ്പ് എന്ന് പറഞ്ഞാൽ ആ ആപ്പ് നോക്കി വിഷ് ചെയ്യുക. വിഷ് സാധിക്കുന്നതായിരിക്കും, പക്ഷെ അതിന് വലിയൊരു വില നൽകേണ്ടി വരും. ഇതിൽ ഗിറിഗോ എന്നുള്ള ഒരു ആപ്പ് ആദ്യം യൂസ് ചെയ്യുന്ന ഈ 5 സുഹൃത്തുക്കളിൽ ആദ്യം യൂസ് ചെയ്യുന്നത് ഹ്യൂൺ വോക്ക് എന്നുള്ളൊരു യുവാവാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. ഇവരുടെയൊക്കെ ആദ്യത്തെ ഒരു സുഹൃത്ത് ഹ്യൂൺ വോക്ക് എന്നുള്ള യുവാവ് ഇത് യൂസ് ചെയ്യുന്നു. പുള്ളിക്കാരന് മാത്സിൽ ഒരു ഹയസ്റ്റ് മാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് ഈ ഗിരിഗോ ആപ്പ് മൂലം സാധിക്കുന്നു. ഈ പുള്ളിക്കാരൻ്റെ ആഗ്രഹം സാധിക്കുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഈ ഹ്യൂൺ വോക്ക് എന്നുള്ളൊരു വ്യക്തി അവിടെ മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. സ്വന്തമായിട്ട് കഴുത്തറുത്ത് മരിക്കുന്നതാണ് ദൃശ്യം. ഇതിൽ നായക കഥാപാത്രം ചെയ്ത ജിയോൺ വോ, പുള്ളിക്കാരന് ഒരു ആഗ്രഹം ഇതിൽ ഈ ഗിരിഗോ ആപ്പ് വഴി നേടാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നായികയ്ക്ക് ഒരു അത്ലറ്റ് മീറ്റിൽ നാഷണൽ ലെവലിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് പുള്ളിക്കാരൻ വിഷ് ചെയ്യുന്നത്. അതും സാധിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പിന്നീട് മരണത്തിലോട്ട് പോകാൻ നേരിടുന്ന സ്ട്രഗിൾസും സംഭവമാണ് ബാക്കിയുള്ള എപ്പിസോഡ്സിൽ വരുന്നത്. ഇതിൽ വേറൊരു സുഹൃത്തായ നാരി എന്നുള്ളൊരു കഥാപാത്രം, പുള്ളിക്കാരിയും ഒരു പാർട്ടിക്കിടെ മദ്യപിച്ച് അബദ്ധത്തിലൊരു വിഷ് ഇതുപോലെ ഗിരിഗോ ആപ്പിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വിഷ് ചെയ്യുന്നത് ഈ ആദ്യത്തെ ഒരു സുഹൃത്തായ ഹ്യൂൺ വോക്കിലെ മരണത്തിന് കാരണമാകുന്നു. ഇതിൽ പിന്നെ മറ്റൊരു സുഹൃത്തായ ഹാജൂണും പിന്നെ നായിക സിയയും കൂടി, ഹാജൂണിൻ്റെ ഒരു എൽഡർ സിസ്റ്റർ ഷമൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രേതഭൂതം അതെല്ലാം അകറ്റുന്ന ഒരു മന്ത്രവാദി കണക്കാണ്. കൊറിയനിലൊരു ഷമനിസം എന്നൊരു കൾച്ചറുണ്ട്. അത് ഇതിൽ വ്യക്തമായിട്ട് തന്നെ കാണിക്കും. നിങ്ങൾക്ക് എക്സ്ഹ്യൂമ എന്നുള്ളൊരു സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഷമനിസത്തിനെ കുറിച്ച് മനസ്സിലാവുന്നതായിരിക്കും. ഇതിൽ ഹാജൂണിൻ്റെ സിസ്റ്റർ ഹസൽ, അതായത് മെയിൻ മന്ത്രവാദിനി ഷമൻ, അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജൂൺ സ്യൂ നീ എന്നുള്ളൊരു ആക്ട്രസ്സാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ട് ബാങ് ഉയി, ഈ ഷമനിസത്തിലെ ഒരു അസിസ്റ്റൻ്റ് പോലെ, അത് റോ ജി വോൺ എന്നുള്ളൊരു നടനാണ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ 2 പേരുടെയും കഥാപാത്രങ്ങൾ വളരെ മനോഹരമായിരുന്നു, വളരെ മികച്ചതായിരുന്നു. പിന്നീട് ഒരു 3-4 എപ്പിസോഡ് കഴിയുമ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറിലോട്ട് കടക്കുകയാണ് സീരീസ്. വളരെയധികം പ്രേക്ഷകരെല്ലാം പിരിമുറുക്കത്തോടെ സീറ്റഡ്ജ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ഒരു സീറ്റഡ്ജ് ത്രില്ലർ ലെവലിലോട്ട് അവസാനത്തെ ഒരു 3-4 എപ്പിസോഡ് പോകുന്നുണ്ട്. ഈ ആപ്പിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, ഇതിന് മൂലകാരണം എന്താണ്, അതിന് മൂലകാരണമായിട്ടൊരു ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. അതിൽ 2 വിദ്യാർത്ഥിനികളുടെ കഥ ഞാനത് സ്പോയിലർ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇതിൽ മൂലകാരണം നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് പിന്നീട് നമുക്ക് കാണുന്നത്. അത് ഈ ഇടക്കാലത്ത് ഇറങ്ങിയ സീരീസുകളിൽ ഏറ്റവും മികച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സീരീസിൻ്റെ തുടക്കം തൊട്ട് ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് 8ാമത്തെ എപ്പിസോഡ് വരെ വളരെ ഹൈ മൊമെൻറ്റ്സ് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. എസ്പെഷ്യലി ക്യാമറ വർക്കായാലും മ്യൂസിക്കായാലും ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടറിൻ്റെ അവരുടെ പെർഫോമൻസ് ആയാലും വളരെ മികച്ചതായിരുന്നു. കൊറിയയുടെ കൾച്ചറൽ ഒരു സംഭവമായ ഷമനിസം, പിന്നെ മെയിനായിട്ട് ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇവരുടെ സൗഹൃദം. ഈ
സൗഹൃദത്തിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. സൗഹൃദത്തിൻ്റെ ആഴങ്ങളിലൂടെ എല്ലാം സൗഹൃദത്തിൻ്റെ വാല്യൂ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിനിടയിൽ വരുന്ന ഹൊറർ സീൻസും സംഭവം എല്ലാം വളരെ എലിവേറ്റഡ് സീൻസ് എല്ലാം വളരെ വളരെ മികച്ചതായിരുന്നു. നിങ്ങളൊരു ഹൊറർ ത്രില്ലർ ഫാൻസ് ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് കാണേണ്ട ഒരു സീരീസ് തന്നെയാണ്. ഇതുപോലുള്ള ഒരുപാട് സീരീസിൻ്റെ റിവ്യൂസും സംഭവമായിട്ട് ഇനി വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.